ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് LDC 2014 പാലക്കാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. ഇതിലെ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. എല്ലാത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് SBI. SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1921 ആരംഭിച്ച ഇമ്പീരിയൽ ബാങ്കാണ് 1955 മുതൽ SBI മാറിയത്. 1921 ആരംഭിച്ച ഇമ്പീരിയൽ ബാങ്കാണ് 1955 SBI ആയി മാറിയത്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ എന്നിവയെ ലയിപ്പിച്ചാണ് 1921 ഇമ്പീരിയൽ ബാങ്ക് രൂപീകൃതമായത്. ബാങ്ക് ഓഫ് ബംഗാൾ, ബാങ്ക് ഓഫ് മദ്രാസ്, ബാങ്ക് ഓഫ് ബോംബെ എന്നിവയെ ലയിപ്പിച്ചാണ് 1921 ഇമ്പീരിയൽ ബാങ്ക് രൂപീകൃതമായത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് SBI ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള ബാങ്കും SBI ആണ്. SBIയുടെ ആപ്തവാക്യം പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ്. പ്യുവർ ബാങ്കിങ് നത്തിങ് എൽസ് എന്നാണ് SBIയുടെ ആപ്തവാക്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്ക് ICICI ആണ്. ICICI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലാ ബാങ്ക്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ കേന്ദ്ര ബാങ്ക്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. റിസർവ് ബാങ്കിൻ്റെ ആസ്ഥാനം മുംബൈ ആണ്. ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക്. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ സ്ഥാപിതമായ വർഷം 1770 ആണ്. 1770. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയ ബാങ്ക് അലഹബാദ് ബാങ്കാണ്. അലഹബാദ് ബാങ്ക് 1865 സ്ഥാപിതമായി. ഇന്ത്യയിലെ ഏറ്റവും പഴയ പൊതുമേഖലാ ബാങ്കും അലഹബാദ് ബാങ്കാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജോക്വാർട്ട്. ജോസഫ് മേരി ജോക്വാർട്ടിൻ്റെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ ക്രൈം. ഏതു രാജ്യത്തിൻ്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ചത്? സോവിയറ്റ് യൂണിയൻ. സോവിയറ്റ് യൂണിയൻ്റെ മാതൃകയിലാണ് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതിയിൽ ആരംഭിച്ചത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951 ആണ്. 1951. പഞ്ചവത്സര പദ്ധതിക്ക് അന്തിമ അനുമതി നൽകുന്നത് ദേശീയ വികസന സമിതിയാണ്. ദേശീയ വികസന സമിതി. ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനമായ മാതൃക ഹറോൾഡ് ഡോമർ മാതൃകയാണ്. ഹറോൾഡ് ഡോമർ മാതൃകയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനമായ മാതൃക. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല കൃഷിയും ജലസേചനവുമാണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയിൽ നിർമ്മാണം ആരംഭിച്ച അണക്കെട്ടുകൾ ബക്രാനങ്കൽ, ഹീരാക്കുഡ്, മേട്ടൂർ എന്നിവയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്ക് അടിസ്ഥാനമായ മാതൃക മെഹൽനോബിസ് മാതൃകയാണ്. മെഹൽനോബിസ് മാതൃക. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയ മേഖല വ്യവസായമാണ്. വ്യവസായം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകൾ ദുർഗാപൂറും ഭിലായും റൂർക്കലയുമാണ്. ദുർഗാപൂറും ഭിലായും റൂർക്കലയുമാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്ന ഇരുമ്പുരുക്ക് ശാലകൾ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 മുതൽ 2017 വരെയാണ്. 2012 മുതൽ 2017 വരെയായിരുന്നു 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ത്വരിതഗതിയിലുള്ള വളർച്ച, സുസ്ഥിര വികസനം എന്നിവയായിരുന്നു. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്ററാണ് കേരളത്തിൻ്റെ വിസ്തീർണം. വിസ്തീർണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ 22ാം സ്ഥാനമാണ് കേരളത്തിന്. 22ാം സ്ഥാനമാണ് കേരളത്തിന്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയുമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. കേരളത്തിലെ ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്.
ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. സ്ത്രീ പുരുഷാനുപാതം കൂടിയ ജില്ല കണ്ണൂരാണ്. സ്ത്രീ പുരുഷാനുപാതം കുറഞ്ഞ ജില്ല ഇടുക്കിയുമാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കൂടിയ താലൂക്ക് ഏറനാടാണ്. ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതം എവിടെ സ്ഥിതി ചെയ്യുന്നു? ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ് ഇന്ത്യയിലെ ഏക അഗ്നിപർവ്വതമായ ഭാരൻ സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ചില അഗ്നിപർവ്വതങ്ങളും അവ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത് നോക്കാം. വെസൂവിയസ്. വെസൂവിയസ് എന്ന അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത് ഇറ്റലിയിലാണ്. കിളിമഞ്ചാരോ ടാൻസാനിയയിലാണ്. കിളിമഞ്ചാരോ ഉള്ളത് ടാൻസാനിയയിലാണ്. സ്ട്രംബോളി ഉള്ളത് ഇറ്റലിയിലാണ്. സ്ട്രംബോളി ഇറ്റലിയിലാണ്. ക്രാക്കത്തോവ ഇന്തോനേഷ്യ. ക്രാക്കത്തോവ ഇന്തോനേഷ്യയിലാണ്. അഗ്നിപർവ്വതങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ജപ്പാനാണ്. അഗ്നിപർവ്വതങ്ങളുടെ നാട് ജപ്പാനാണ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയാണ് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി. വനിതാ രക്തസാക്ഷി പ്രീതിലത വഡോദ്കറാണ്. പ്രീതിലത വഡോദ്കറാണ് വനിതാ രക്തസാക്ഷി. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് സമരം പൊട്ടിപ്പുറപ്പെട്ടത്. 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത് നാനാ സാഹിബിനെയാണ്. നാനാ സാഹിബിനെയാണ് 1857 വിപ്ലവത്തിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത് താന്തിയ തോപ്പിയാണ്. താന്തിയ തോപ്പിയാണ് ഈ വിപ്ലവത്തിൽ ഗറില്ല യുദ്ധമുറ സ്വീകരിച്ചത്. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. 1857 വിപ്ലവത്തിന് കാൺപൂരിൽ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ്. ലക്നൗ, ഔധ് എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത് ബേഗം ഹസ്രത്ത് മഹലാണ്. ബേഗം ഹസ്രത്ത് മഹലാണ് ലക്നൗ, ഔധ് എന്നീ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകിയത്. ഗ്വാളിയറിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത് റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായി ആണ് ഗ്വാളിയറിലും ഝാൻസിയിലും നേതൃത്വം നൽകിയത്. ബീഹാറിൽ നേതൃത്വം നൽകിയത് കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ബീഹാറിൽ നേതൃത്വം നൽകിയത്. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബക്തുഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ്. ബക്തുഖാനും ബഹദൂർ ഷാ രണ്ടാമനുമാണ് ഡൽഹിയിൽ നേതൃത്വം നൽകിയത്. 1857 താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെയാണ്. ബഹദൂർ ഷാ രണ്ടാമനെയാണ് 1857 താൽക്കാലിക വിജയത്തെ തുടർന്ന് ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത്. ബഹദൂർ ഷാ രണ്ടാമനെ റങ്കൂണിലേക്ക് നാട് കടത്തിയത് 1858 1858 1857 വിപ്ലവത്തിന് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ വി.ഡി. സവർക്കറാണ്. വി.ഡി. സവർക്കറാണ് 1857 വിപ്ലവത്തിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ ഇന്ത്യക്കാരൻ. 1857 വിപ്ലവത്തിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യ വിദേശി കാറൽ മാക്സ് ആണ്. കാറൽ മാക്സ് ആണ് 1857 വിപ്ലവത്തിനെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ച ആദ്യത്തെ വിദേശി. ഈ വിപ്ലവ സമയത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ക്യാനിങ് പ്രഭു ആയിരുന്നു. ക്യാനിങ് പ്രഭു ആയിരുന്നു വിപ്ലവ സമയത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ. താഴെ പറയുന്നവരിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത ആർക്കാണ്? ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലിനാണ് ഈ പറഞ്ഞിരിക്കുന്നവരിൽ ചേരിചേരാ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്തത്. ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് നിലവിൽ വന്നത് 1961 1961 ചേരിചേരാ പ്രസ്ഥാനം നിലവിൽ വന്നത്. തുടക്കത്തിൽ ചേരിചേരാ പ്രസ്ഥാനത്തിൽ 25 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ചേരിചേരാ പ്രസ്ഥാനത്തിന് സ്ഥിരം ആസ്ഥാനമില്ല. ശീതസമരകാലത്തെ ഇരു ശക്തി ചേരികളിലും ഉൾപ്പെടാത്ത സ്വതന്ത്ര രാജ്യങ്ങൾ ചേർന്ന് രൂപീകരിച്ച സംഘടനയാണ് ചേരിചേരാ പ്രസ്ഥാനം. 1955 ബന്ദൂങ്ങിൽ നടന്ന ഉച്ചകോടിയിലാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ തീരുമാനമായത്. ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത് വി.കെ. കൃഷ്ണമേനോനാണ്. വി.കെ. കൃഷ്ണമേനോനാണ് ചേരിചേരാ പ്രസ്ഥാനം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ചേരിചേരാ പ്രസ്ഥാനം എന്ന പേര് നിർദ്ദേശിച്ചത് നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. 1961 യുഗ്ലോസ്ലോവിയയിലെ ബെൽഗ്രേഡിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. 1961
യുഗ്ലോസ്ലോവിയയിലെ ബെൽഗ്രേഡിലാണ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ, യുഗ്ലോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജനറൽ സുഗർണോ എന്നിവരാണ് നാമിൻ്റെ ശില്പികൾ. ചേരിചേരാ പ്രസ്ഥാനം അഥവാ നാമിൻ്റെ ശില്പികൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ഗമാൽ അബ്ദുൽ നാസർ, യുഗോസ്ലോവിയൻ പ്രസിഡന്റ് മാർഷൽ ടിറ്റോ, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജനറൽ സുഗർണോ എന്നിവരാണ്. ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണം 1954 പഞ്ചശീല തത്വങ്ങളാണ്. 1954 പഞ്ചശീല തത്വങ്ങളാണ് ചേരിചേരാ പ്രസ്ഥാനം രൂപീകരിക്കാൻ കാരണം. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് നെഹ്റുവും ചൗവിൻ ലായുമാണ്. ചൗവിൻ ലായും നെഹ്റുവുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്. ഇത് ആരുടെ വാക്കുകൾ? വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണ് അന്യർക്ക് വേണ്ടി ജീവിക്കുന്നവരെ ജീവിക്കുന്നുള്ളൂ, മറ്റുള്ളവരെല്ലാം മരിച്ചവർക്ക് തുല്യമാണ്. 1863 ജനുവരി 12 വിവേകാനന്ദൻ ജനിച്ചത്. 1863 ജനുവരി 12 വിവേകാനന്ദൻ ജനിച്ചത്. ദേശീയ യുവജന ദിനം ജനുവരി 12. വിവേകാനന്ദൻ്റെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനം. സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. നരേന്ദ്രനാഥ് ദത്ത എന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം. ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ്. സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ സർവമത സമ്മേളനം നടന്ന വർഷം 1893. 1893 സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ സർവമത സമ്മേളനം നടന്നത്. ചിക്കാഗോ മത പാർലമെൻറ്റിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി രാജ രവിവർമ്മയാണ്. രാജ രവിവർമ്മയാണ് ചിക്കാഗോ മത പാർലമെൻറ്റിൽ വിവേകാനന്ദനോടൊപ്പം പങ്കെടുത്ത പ്രമുഖ മലയാളി. ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത എന്നും ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ്റെ ഗുരു ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്നെല്ലാം പറഞ്ഞത് വിവേകാനന്ദനാണ്. പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ഗീതയിലേക്ക് മടങ്ങുക എന്നൊക്കെ പറഞ്ഞത് വിവേകാനന്ദനാണ്. മോൻപോ, അഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് മോൻപ, അഗ തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ നിലവിലുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ഇന്ത്യയിൽ ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം 22. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായ സംസ്ഥാനം നാഗാലാൻഡാണ്. ദ്രാവിഡ ഗോത്രത്തിൽ ഉൾപ്പെട്ട ഭാഷകൾ മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് എന്നിവയാണ്. മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ്. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷ തമിഴാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷയും തെലുങ്കാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ദ്രാവിഡ ഭാഷ തെലുങ്കാണ്. ദ്രാവിഡ ഭാഷകളിൽ അവസാനം രൂപപ്പെട്ട ഭാഷ മലയാളമാണ്. അവസാനമായി ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ച ഭാഷ ഒഡിയയാണ്. ഒഡിയയ്ക്ക് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് 2014. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷ പദവി ലഭിച്ചത് 2013. പഹാരി ഭാഷ സംസാരിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലാണ് പഹാരി ഭാഷ സംസാരിക്കുന്നത്. സിക്കിമിലെ ഭാഷകളാണ് ബൂട്ടിയ, നേപ്പാളി, ലെപ്ച എന്നിവ. ലെപ്ച, നേപ്പാളി, ബൂട്ടിയ എന്നിവ സിക്കിമിലെ ഭാഷകളാണ്. ഗാസി, ഗാരോ ഭാഷകൾ സംസാരിക്കുന്നത് മേഘാലയയിലാണ്. മേഘാലയയിലാണ് ഗാസി, ഗാരോ ഭാഷകൾ സംസാരിക്കുന്നത്. ലിപിയില്ലാത്ത ഭാഷകളാണ് തുളുവും കൊങ്കിണിയും. തുളുവും കൊങ്കിണിയും ലിപിയില്ലാത്ത ഭാഷകളാണ്. ജസരി, മഹൽ എന്നീ ഭാഷകൾ സംസാരിക്കുന്നത് ലക്ഷദ്വീപിലാണ്. ജസരി, മഹൽ എന്നീ ഭാഷകൾ സംസാരിക്കുന്നത് ലക്ഷദ്വീപിലാണ്. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ തീയതി 1942 ഓഗസ്റ്റ് 8.
1942 ഓഗസ്റ്റ് 8-നാണ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ചരിത്രപ്രസിദ്ധമായ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത് മുംബൈയിലാണ്. മുംബൈയിൽ വെച്ചിട്ടാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റുവാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ മൈതാനം ആഗസ്റ്റ് ക്രാന്തി മൈതാനമാണ്. ആഗസ്റ്റ് ക്രാന്തി മൈതാനമാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ മൈതാനം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് 1942 ഓഗസ്റ്റ് 9-നാണ്. 1942 ഓഗസ്റ്റ് 9-നാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള മുഖ്യ കാരണം 1942-ലെ ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള മുഖ്യ കാരണം 1942-ലെ ക്രിപ്സ് മിഷൻ്റെ പരാജയമാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്താണ്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭ സമയത്താണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുഴക്കിയത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് കോൺഗ്രസ് പ്രസിഡന്റ്. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് അരുണ ആസിഫ് അലിയാണ്. അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നതിൽ അറിയപ്പെടുന്നത്.